ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. യേശുവിൻ്റെ പിതാവ് എന്ന വിഷയം നമ്മൾ കഴിഞ്ഞ 4 ഭാഗങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യേശുവിൻ്റെ പിതാവെന്ന് പറയുന്നതും, ഇസ്രായേലിൻ്റെ ദൈവമെന്ന് പറയുന്നതും, സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവെന്ന് പറയുന്നതും ഒരാളാണെന്ന് ദൈവത്തിൻ്റെ വചനപ്രകാരം നാം മനസ്സിലാക്കുന്നു. എന്നാൽ ദൈവം ആര് എന്നുള്ള ചോദ്യത്തിന് സത്യവചനത്തിൽ പല ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും അതെന്തുകൊണ്ടങ്ങനെ, അതെങ്ങനെ യേശുവിൻ്റെ പിതാവായ ദൈവം എന്ന വാക്കിനോട് ഒത്തുവരുന്നു എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ, വചനത്തിൽ ദൈവമെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ഭാഗം നമുക്ക് ചിന്തിക്കാം. അതായത് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് ആ, മലയിൽ അതിൻ്റെ അടിവാരത്ത് ഇരി ഇറങ്ങി നിരന്നിരിക്കുന്നു. മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. പർവ്വതത്തിൽ യഹോവയായ ദൈവം പ്രത്യക്ഷമായിരിക്കുന്നു. ആ പർവ്വതം ചുറ്റും ആരും തൊടാതെ വണ്ണം സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ദൈവം പർവ്വതത്തിന് മുകളിൽ തീയുടെ നടുവിൽ നിന്ന് ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നു. ഇനി ആ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കരുതെന്ന് അവർ നിലവിളിക്കുന്നു. മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. അപ്പോൾ ആരും പർവ്വതത്തോട് അടുക്കരുതെന്നും കയറി ചെല്ലരുതെന്നും ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു ഘട്ടത്തിൽ മോശയോട് കർത്താവ് പറഞ്ഞു, നീ അഹ്റോനെയും അവൻ്റെ മക്കളെയും മൂപ്പന്മാരെയും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരെയും കൂട്ടിക്കൊണ്ട് പർവ്വതത്തിലേക്ക് കയറി വരാം. അപ്പോൾ മോശ പറഞ്ഞു, ഞങ്ങളോട് പർവ്വതത്തിൽ കയറരുതെന്നും തൊടുക പോലും അരുതെന്നും കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ പോയി കൊണ്ടുവാ. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനയാൽ ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരെയും മോശയും അഹ്റോന്റെ മക്കളായ നാദാബും അബീഹുവും, അങ്ങനെ 74 പേര് പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. പർവ്വതത്തിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം, അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു എന്ന് മാത്രമല്ല, അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ട് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ആ വാക്യം ഒന്ന് വായിക്കാം. ആ, പുറപ്പാട് പുസ്തകം 24 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ, അനന്തരം മോശയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടി കയറി ചെന്നു. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയുമായിരുന്നു. ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കയ്യാൽ ഒന്നും ഭവിച്ചില്ല. അവർ ദൈവത്തെ കണ്ട് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. സ്പഷ്ടമായിട്ട് 2 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കാണ് അവർ ദൈവത്തെ കണ്ടുവെന്നും അവർ ദൈവത്തെ കണ്ട് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചുവെന്നും അവിടെ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഈ കണ്ടതാരെ? യഥാർത്ഥത്തിൽ ഈ കണ്ടത് ആരെയാണ്? അവിടെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഇണവചനം ചിന്തിക്കാൻ കിട്ടുന്ന ഏറ്റവും സൂക്ഷ്മമായി പരിശോധിക്കാൻ തക്ക ഒരു വചനമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളമുണ്ടായിരുന്നു. ഒരു തെളിവ്. അപ്പൊ ഇസ്രായേലിന്റെ ദൈവം, അവന്റെ കാലിന്റെ കീഴെ നീലക്കല്ല് പടുത്ത തളം. ഈ 2 വചനത്തിന്റെ ഭാഗങ്ങൾ കൊണ്ട് വേണം ഇതാരെന്ന് നമുക്ക് തിരുവെഴുത്തുകളിൻ പ്രകാരം കണ്ടുപിടിക്കാം. യഹസ്കേൽ പ്രവചനം 10 അധ്യായത്തിന്റെ 18 വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരൂബുകളിൻ മീതെ വന്നു നിന്നു. അപ്പോൾ കെരൂബുകൾ ചിറക് വിടർത്തി. ഞാൻ കാൺകെ ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേരെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ യഹോവയുടെ ആലയത്തിന്റെ കിഴക്കെ പടിവാതിൽക്കൽ ചെന്നു നിന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വവും മേലെ അവയ്ക്ക് മീതെ നിന്നു. ഇത് ഞാൻ കേബാർ നദീതീരത്ത് വെച്ച് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കീഴെ കണ്ട ജീവി തന്നെ. അവ കെരൂബുകൾ എന്ന് ഞാൻ ഗ്രഹിച്ചു. അതായത്
യെഹെസ്കേൽ പ്രവാചകന് ഉണ്ടായ രണ്ടാമത്തെ രണ്ടാമത്തെ അല്ല, ശരിക്കും യഥാർത്ഥത്തിൽ മുഖ്യമായിട്ടും നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ ദർശനമാണ്. ഒന്ന് കേബാർ നദീതീരത്ത് വെച്ച്, 2 സമനിലത്ത് വെച്ച്, 3 ദർശനത്തിൽ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നാം കാണുന്നത്. ഏതായിരുന്നാലും കേബാർ നദീതീരത്ത് വെച്ച് കണ്ടതിന്റെ പിന്നീട് ഒരു സമയത്തുണ്ടായ ദർശനമാണ് 10-ാം അധ്യായത്തിൽ കാണുന്നത്. 10-ാം അധ്യായത്തിൽ ദൈവം തന്റെ കെരൂബുകളുമായി വരുന്നത് കാണുകയാണ്. ഈ കെരൂബുകളെ കണ്ടപ്പോൾ യെഹെസ്കേലിന് ഒരു ഓർമ്മ വരും. കാരണം ഒരു മനുഷ്യൻ ഓർമ്മ വരിക എന്ന് പറഞ്ഞാൽ, ഇതിനു മുൻപ് കണ്ടിട്ടുള്ള ഏതെങ്കിലും കാര്യം ആവർത്തിച്ച് കാണുമ്പോഴാണ് ഓർമ്മ വരുന്നത്. ഇതുപോലെ യെഹെസ്കേല് ഒരു ഓർമ്മ വന്നു ഈ ജീവികളെ കണ്ടപ്പോൾ. ഈ ജീവികൾ എന്ന് പറഞ്ഞാൽ അത് കെരൂബുകൾ എന്ന് ഞാൻ ഗ്രഹിച്ചെന്നാ. ഈ കെരൂബുകളെ കണ്ടപ്പോൾ ഇത് ഞാൻ കേബാർ നദീതീരത്ത് വെച്ച് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കീഴെ കണ്ട കെരൂബുകളാണെന്ന് ഗ്രഹിച്ചു. അപ്പോ കേബാർ നദീതീരത്ത് വെച്ച് കെരൂബുകൾക്ക് മീതെ കണ്ടത്, അല്ലെങ്കിൽ കെരൂബുകളെ കണ്ടപ്പോൾ അവയുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നത് ഇസ്രായേലിന്റെ ദൈവമാണെന്ന് സ്പഷ്ടമായല്ലോ. നമ്മൾ ഇസ്രായേലിന്റെ ദൈവം ഏത് എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തെ ആധാരമാക്കി പഠിക്കുക. പുറപ്പാട് പുസ്തകം 24-9 മുതലുള്ള വാക്യങ്ങളിൽ അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ട ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു എന്ന് 2 പ്രാവശ്യം എഴുതിയിരിക്കുക. അപ്പൊ ഇസ്രായേലിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചപ്പോൾ, ഇവിടെ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇതാ കെരൂബുകളെ ഞാൻ കണ്ടു. പക്ഷേ ആ കെരൂബുകൾ കേബാർ നദീതീരത്ത് വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കീഴെ കണ്ട കെരൂബുകളാണ്. അപ്പൊ കെരൂബുകളുടെ മീതെ ഇസ്രായേലിന്റെ ദൈവം ആയിരുന്നുവെന്ന് യെഹെസ്കേൽ മനസ്സിലാക്കുകയാണ്. ഇനി കേബാർ നദീതീരത്ത് വെച്ച് കണ്ട ദർശനവും കെരൂബുകളും മീതെ ഇരുന്ന ആളും ആരാണെന്ന് ഗ്രഹിച്ചാൽ മതി. നമുക്ക് നോക്കാം. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്ന് ദിവ്യ ദർശനങ്ങളെ കണ്ടു. അങ്ങനെ അതിന്റെ ദർശനത്തെക്കുറിച്ച് 4-ാം വാക്യം മുതൽ, ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. കർത്താവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്. ഞാൻ വടക്ക് നിന്നൊരു കൊടുങ്കാറ്റ്, വലിയൊരു മേഘം, പാളിക്കത്തുന്ന തീ. ദൈവം എവിടെ പോയിരുന്നാലും അതിന് മുൻപായി തീ ഉണ്ടാകുമെന്ന് നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ട്. തീ അവന് മുൻപായി പോകുന്നുവെന്ന്. അപ്പൊ ദൈവത്തിന്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത് വലിയൊരു കൊടുങ്കാറ്റ്, വലിയൊരു മേഘം, പാളിക്കത്തുന്ന തീയും, അതിന്റെ ചുറ്റും ഒരു പ്രകാശവും, അതിന്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. അതിന്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യമുണ്ട് കണ്ടു. അവയുടെ രൂപമോ അവയ്ക്ക് മാനുഷ്യ സദൃശ്യമായിരുന്നു. ഓരോന്നിനും 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. അവയുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിന്റെ കുളമ്പ് പോലെയുമായിരുന്നു. ഇങ്ങനെ തുടർന്ന് ഈ ജീവികളുടെ വിവരണമാണ് ആ അധ്യായം മുഴുവനും. 22-ാം വാക്യം മുതൽ തുടർന്ന് എഴുതിയിരിക്കുകയാണ്. 22-ാം വാക്യത്തിൽ ജീവികളുടെ തലയ്ക്ക് മീതെയുള്ള ഭയങ്കരമായ ഒരു പളുങ്ക് പോലെയുള്ള ഒരു വിതാനത്തിന്റെ രൂപം ഉണ്ടായിരുന്നു. അത് അവയുടെ തലയ്ക്ക് മീതെ വിരിഞ്ഞിരുന്നു. വിതാനത്തിന്റെ കീഴെ അവയുടെ ചിറകുകൾ നേരെ വിടർന്നിരുന്നു. അതതിന്റെ ശരീരത്തെ ഈ ഭാഗവും ആ ഭാഗവും മൂടുവാൻ ഓരോന്നിനും ഈരണ്ടുണ്ടായിരുന്നു. 25-ാം വാക്യം. അവയുടെ തലയ്ക്ക് മീതെയുള്ള വിതാനത്തിന്മേൽ നിന്ന് ഒരു നാദം പുറപ്പെട്ടു. നിൽക്കുമ്പോൾ അവ ചിറക് താഴ്ത്തും.
അവയുടെ തലയ്ക്ക് മീതെയുള്ള വിതാനത്തിന് മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും, സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിന് മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം ഉണ്ടായിരുന്നു. അവന്റെ അര മുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീയ്ക്കൊത്ത ശുക്ലസ്വർണം പോലെ ഞാൻ കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു. അതിന്റെ ചുറ്റും പ്രകാശം ഉണ്ടായിരുന്നു. അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെയായിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു ഞാൻ കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവിണ്ണു വീണു. സംസാരിക്കുന്ന ഒരുത്തന്റെ ശബ്ദവും ഞാൻ കേട്ടു. ഈ 1-ാം അധ്യായത്തിൽ കേബാർ നദീതീരത്ത് വെച്ച് യെഹെസ്കേൽ കാണുന്ന ദർശനം ഇപ്രകാരമാണ്. ഒരു കൊടുങ്കാറ്റ്. ഈ കൊടുങ്കാറ്റിന് ശേഷം വലിയൊരു മേഘം. ഈ മേഘത്തിന് ശേഷം പാളിക്കത്തുന്ന ഒരു തീ. ഈ തീയുടെ നടുവിൽ ശുക്ലസ്വർണത്തിനൊത്ത ഒരു കാഴ്ച. ഈ കാഴ്ചയ്ക്കുള്ളിൽ 4 കെരൂബുകൾ. കെരൂബുകളുടെ തലയ്ക്ക് മീതെ ഒരു വിതാനം. ഈ വിതാനത്തിന് മീതെ നീലക്കല്ല് കൊണ്ടുള്ള ഒരു സിംഹാസനം. ഈ വിതാനവും നീലക്കല്ല് കൊണ്ടുള്ളതാ. ഈ നീലക്കല്ല് കൊണ്ടുള്ള വിതാനത്തിന് മീതെ നീലക്കല്ല് കൊണ്ടുള്ള ഒരു സിംഹാസനം. ഈ സിംഹാസനത്തിൽ ഒരാളിരിക്കുന്നു. അവന്റെ അരയ്ക്ക് കീഴോട്ട് തീ പോലെ, അരയ്ക്ക് മേലോട്ട് ശുക്ലസ്വർണം പോലെ, തീയ്ക്കൊത്ത ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ച അരയ്ക്ക് മേലോട്ട്, അരയ്ക്ക് കീഴ്പോട്ട് തീ പോലെ. ഈ സിംഹാസനത്തിന് ചുറ്റും പച്ചവില്ല്. ഇത് കേബാർ നദീതീരത്ത് വെച്ച് കണ്ട ദർശനമാണ്. ഈ ദർശനം ഇങ്ങനെ തന്നെ. ഏത് ദർശനം? സിംഹാസനത്തിൽ ഒരാളിരിക്കുന്നു. അതിന് ചുറ്റും പച്ചവില്ല്. ആ ഇരിക്കുന്നയാളുടെ കാല് തീയ്ക്കൊത്തത്. അരയ്ക്ക് മുകളിലേക്ക് ശുക്ലസ്വർണത്തിനൊത്ത കാഴ്ച. ഈ സിംഹാസനം ഇരിക്കുന്നത് ഒരു നീലക്കല്ല് കൊണ്ടുള്ള വിതാനത്തില്. ഈ വിതാനം വഹിക്കുന്ന 4 കെരൂബുകള്. ഇത്രയും ഒരു ദർശനമായിട്ട് യെഹെസ്കേല് കേബാർ നദീതീരത്ത് വെച്ച് കണ്ടു. ഓർക്കണം, നേരെ നമ്മൾ ഇത് വചനത്തിൽ നിന്ന് തെളിവ് സഹിതം ഇതാ എന്ത് എന്നുള്ളത് കണ്ടെത്തുകയാണ്. അതുകൊണ്ട് അത് സൂക്ഷിച്ചു വേണം. 4 കെരൂബുകൾ. കെരൂബുകളുടെ തലയ്ക്ക് മീതെ നീലക്കല്ല് പടുത്തൊരു തളം. അതിന് മീതെ നീലക്കല്ല് കൊണ്ടുള്ളൊരു സിംഹാസനം. സിംഹാസനത്തിൽ ഒരാൾ ഇരിക്കുന്നു. സിംഹാസനത്തിന് ചുറ്റും പച്ചവില്ല്. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ അര മുതൽ കീഴ്പോട്ട് തീയ്ക്കൊത്ത പോലെ ഇരിക്കുന്നു. അര മുതൽ മേലോട്ട് ശുക്ലസ്വർണത്തിനൊത്ത കാഴ്ച. ഇങ്ങനെയായിരുന്നു ആ കാഴ്ച. ഈ കാഴ്ച കണ്ട് മറഞ്ഞ്. അത് കഴിഞ്ഞ്. വീണ്ടും യെരൂശലേമിലെ ഒരു ദർശനത്തിന് വേണ്ടിയിട്ട് ദൈവം യെഹെസ്കേലിനെ കൊണ്ടുപോയപ്പോൾ കേബാർ നദീതീരത്ത് വെച്ച് കണ്ട ദർശനത്തിൽ ഇരിക്കുന്ന ആളെ കണ്ടില്ല. വിതാനവും ഒന്നും കണ്ടില്ല. താഴെയുള്ള കെരൂബുകളെ കണ്ടു. ഈ കെരൂബുകളെ കണ്ടിട്ട് യെഹെസ്കേൽ പറയാ, "ഈ കെരൂബുകളെ നല്ല പരിചയമുണ്ടല്ലോ. ഞാനിത് കണ്ടിട്ടുണ്ട്." എവിടെ വെച്ചാ? കേബാർ നദീതീരത്ത് വെച്ച്. അതെങ്ങനെ അറിയാം? ഈ കെരൂബുകൾ കേബാർ നദീതീരത്ത് വെച്ച് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കീഴെ ഉണ്ടായിരുന്നവരാ. അപ്പൊ കേബാർ നദീതീരത്ത് വെച്ച് കെ കെരൂബുകൾക്ക് മീതെ ഉണ്ടായിരുന്ന ആരാ? ഇസ്രായേലിന്റെ ദൈവമാണ്. അപ്പോ അരയ്ക്ക് കീഴ്പോട്ട് തീയ്ക്കൊത്തതും അരയ്ക്ക് മേൽപോട്ട് ശുക്ലസ്വർണത്തിനൊത്ത കാഴ്ചയുമുള്ള യഹോവയുടെ ദൈവ മഹത്വം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ദൈവമാണ്. അവനാണ് യഥാർത്ഥത്തിൽ തേജോമയൻ. യഹോവയുടെ മഹത്വത്തിന്റെ കാഴ്ച എങ്ങനെയായിരുന്നു കണ്ടതെന്നാ. ആ കണ്ട കാഴ്ച എന്തായിരുന്നു? യഹോവയായിരുന്നില്ല, യഹോവയുടെ മഹത്വമായിരുന്നു. യഹോവയുടെ മഹത്വമായിരുന്നു. ഇത് തന്നെയാണ് ഇസ്രായേൽ മക്കൾ സീനായി പർവ്വതത്തിൽ കാണുന്നത്. അവന്റെ രൂപം എങ്ങനെയായിരുന്നു?
അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളമുണ്ടായിരുന്നു. ഇവിടെ കണ്ടത് യെഹെസ്കേല് കെബാർ നദീ തീരത്ത് വെച്ച് കണ്ട അവന്റെ പാദങ്ങൾക്ക് കീഴെ ഉണ്ടായിരുന്ന നീലക്കല്ല് പടുത്ത തളം പോലെ തന്നെയുള്ള രണ്ടും കാഴ്ച ഒന്ന്. രണ്ടും ആളൊന്ന്. ഇസ്രായേൽ മക്കൾ കണ്ട ഇസ്രായേലിന്റെ ദൈവം, യെഹെസ്കേല് കണ്ട കെബാർ തീരത്ത് വെച്ച് കണ്ട യഹോവയുടെ മഹത്വം, 10-ാം അധ്യായത്തിൽ കാണുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കീഴെ കണ്ട കെരൂബുകൾ, ഈ കണ്ട തിരിച്ചറിഞ്ഞ ആൾ ഒന്ന് തന്നെ. ആര്? യഹോവയുടെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഇതിൽ യേശുവിന്റെ പിതാവാരാ? മഹത്വമാണോ? അല്ല, അല്ല. ആ കണ്ട രൂപമാണോ? അല്ല. പിന്നെ പിന്നെ യേശുവിന്റെ പിതാവിന്റെ മഹത്വമായിരുന്നു അത്. യേശുവിന്റെ പിതാവിന്റെ ദൃശ്യരൂപമായിരുന്നു അത്. ദൈവത്തെ ആർക്കും കാണാവതല്ല. മനുഷ്യരും കണ്ടിട്ടില്ലാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ. അവന്റെ മഹത്വത്തെ യെഹെസ്കേൽ കണ്ടു. അത് ഇസ്രായേലിന്റെ രാജാവായിട്ട് യെഹെസ്കേൽ കണ്ടു. അത് ഇസ്രായേലിന്റെ രാജാവായിട്ട് ഇസ്രായേൽ മക്കൾ കണ്ടു. 74 പേര് അവനോട് ഒപ്പമിരുന്ന് ഭക്ഷിച്ച് പാനം ചെയ്തു. പിതാവാര്? പിതാവാര്? അവൻ മഹത്വമാണ്. ആര്? ഇവർ കണ്ടത് ദൈവത്തിന്റെ മഹത്വമാണ്. ആരുടെ മഹത്വം? യേശുവിന്റെ പിതാവിന്റെ മഹത്വം. യേശുവിന്റെ പിതാവ് എവിടെ? അത് മനുഷ്യർക്കാർക്കും കാണാൻ സാധിക്കുകയില്ല. ആ മനുഷ്യർക്കെന്നല്ല, ആർക്കും കാണാൻ സാധിക്കുകയില്ല. ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.